ഹായ് എല്ലാവർക്കും സ്പൈസ് ട്രഷേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഒരു വ്യത്യസ്ത ഫ്ലേവറിലുള്ള മഫിൻസിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതാണ് ചക്കയുടെ മഫിൻസ് അല്ലെങ്കിൽ ജാക്ക് ഫ്രൂട്ട് മഫിൻസ്. നമ്മൾ ചോക്ലേറ്റ് വാനില ഫ്ലേവേഴ്സിലുള്ള മഫിൻസ് കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ ചക്കയുടെ ഫ്ലേവറിലുള്ള മഫിൻസ് അധികം ആരും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്സ് കമന്റ്സിൽ അറിയിക്കാൻ മറക്കരുതേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ജാക്ക് ഫ്രൂട്ട് മഫിൻസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 20 ചക്കച്ചോളയാണ്, പിന്നെ 1 കപ്പ് മൈദ, 1/2 കപ്പ് കോൺഫ്ലോർ, 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, 3 മുട്ട, വാനില എസൻസ്. ഇതിൽ നിന്ന് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് വേണ്ടത്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ മഫിൻ തയ്യാറാക്കാനായി വേണ്ടത്. സാധാരണ നമ്മൾ 1/2 കപ്പ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുന്ന സമയത്ത് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഇന്ന് ഞാൻ അത്ര എടുത്തിട്ടില്ല, കാരണം നമ്മൾ എടുത്തിരിക്കുന്ന ചക്കയ്ക്ക് നല്ല മധുരമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിൻ്റെ കുരു മാറ്റി വൃത്തിയാക്കി എടുക്കാം. നമുക്കിത് ചെറിയ കഷ്ണങ്ങളായാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഈ ചക്കക്കുരു നിങ്ങൾ ആരും കളയരുത്. ഇത് വെച്ച് ഒരുപാട് ഡിഷ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇത് വെച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയ റെസിപ്പി അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐകാർഡിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. ഞാനിപ്പോൾ ചക്ക നല്ല ചെറിയ പീസസായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പ്യൂരി ആക്കണം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇത് ഞാൻ പഞ്ചസാര പൊടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ വെള്ള കളറിൽ കാണുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചക്കയുടെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ ചക്കയുടെ പീസസ് ജാറിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി എടുത്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന ചക്കയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർക്കാത്തത്, ഈ ചക്കയ്ക്ക് ഓൾറെഡി നല്ല മധുരമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാത്തത്. ഇനി ഇതിൽ കുറച്ച് ബബിൾസ് ഒക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടിത് വഴറ്റി കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കാം. ആദ്യം തന്നെ 1 കപ്പ് മൈദ, 1/2 കപ്പ് കോൺഫ്ലോർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് മാത്രമേ അരിക്കാവുള്ളൂ. ഇത് നമുക്കിനി 3 പ്രാവശ്യമാണ് അരിച്ചെടുക്കേണ്ടത്. ഇത് ഞാൻ 3 പ്രാവശ്യം അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ട ഓവർ സ്പീഡിൽ നമുക്ക് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക, പിന്നെ സ്പീഡ് കൂട്ടി കൊടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് ബ്ലെൻഡർ ഇല്ലെങ്കിൽ സാധാരണ വിസ്ക് ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. അതിന് കുറച്ച് ടൈം കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ, പക്ഷെ സാധാരണ വിസ്ക് വെച്ചും ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ബബിൾസ് ഒക്കെ വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് പഞ്ചസാര കുറച്ചായി ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ആഡ് ചെയ്യരുത്, ഓരോ സ്പൂണായിട്ട് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ടോട്ടൽ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനെ ഇതുപോലെ ഓരോ സ്പൂണായിട്ട് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്യുകയാണ്. നമ്മുടെ മുട്ടയുടെയും പഞ്ചസാരയുടെയും മിശ്രിതം നല്ല ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചക്കയുടെ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കാം. ഫുൾ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം.
ഞാൻ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് 1/4 കപ്പ് ഓയിലാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഒന്നും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ചക്കയുടെ മണം വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഡ്രോപ്പ് മഞ്ഞ കളർ ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് മഫിന് ഒരു യെല്ലോ കളർ കിട്ടാനായിട്ടാണ്. വളരെ കുറച്ച് കളർ യൂസ് ചെയ്തിട്ടുള്ളൂ. ടോട്ടലി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. എല്ലാം കൂടി ഒരുമിച്ചിടരുത്, കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ആദ്യം തന്നെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ബാറ്റർ കുറച്ച് തിക്കാണ്, കണ്ടില്ലേ? അപ്പോൾ അതൊന്ന് ലൂസാക്കി എടുക്കാനായിട്ട് ഞാൻ പാലാണ് യൂസ് ചെയ്യുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള പാല് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ചിലപ്പോൾ ചെയ്യുമ്പോൾ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വരും. പക്ഷേ എനിക്കിത് ഇച്ചിരി തിക്കായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാനിതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ തിക്കായിപ്പോയി ഇതുപോലെ ചെയ്യുക. നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ വെച്ച് നമുക്ക് 8 മഫിൻസാണ് തയ്യാറാക്കാൻ കഴിയുന്നത്. ഇത് മഫിൻ കപ്സ് ആണ്. അപ്പോൾ ഞാനിവിടെ ഇത് ഗ്രീസ് ചെയ്യാൻ പോവുകയാണ്. ഓയിൽ എടുത്തിട്ട് ഓരോ കപ്പിൻ്റെ അകത്തും നന്നായിട്ട് നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സൈഡിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ എല്ലാ കപ്സും നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുക്കാം. മഫിൻ കപ്സ് എല്ലാം നന്നായി ഗ്രീസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിക്കുമ്പോൾ കപ്പിൻ്റെ ഹാഫ് പോർഷൻ മാത്രം ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കുക, കാരണം കേക്ക് പൊങ്ങി വരും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള കപ്സ് നന്നായി ഫില്ല് ചെയ്തെടുക്കാം. നോക്കൂ, ഞാനിവിടെ 8 മഫിൻ കപ്സും നന്നായി ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ മഫിൻ കപ്സ് കുറച്ച് വലുതായത് കൊണ്ടാണ് 8 എണ്ണം തയ്യാറാക്കാൻ പറ്റിയത്. നിങ്ങളുടെ മഫിൻ കപ്സ് ചെറുതാണെങ്കിൽ ഇതിൽ കൂടുതൽ എണ്ണം തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നട്ട്സ് ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഇതിൽ എയർ ബബിൾസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ കപ്സും ടാപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു കുക്കർ എടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് അതിൻ്റെ മുകളിലൊരു തട്ടിറക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരുന്ന മഫിൻ കപ്സ് വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ബേക്കിംഗ് ടൈമാണ്. നമ്മളിതിൽ ചക്ക ആഡ് ചെയ്തിട്ടുണ്ട്. ചക്കയ്ക്ക് ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസി ആണല്ലോ. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഈ മഫിൻ 15 to 20 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇത് ബേക്ക് ചെയ്യേണ്ടത്. എനിക്കിത് 20 മിനിറ്റ്സിലാണ് പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടിയത്. പക്ഷെ നിങ്ങളുടെ കുക്കറിൻ്റെയും തീയുടെയും അനുസരിച്ച് സമയം കൂടുകയും കുറയുകയും ചെയ്യാം. നിങ്ങളൊരു 15 മിനിറ്റ്സിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഇതിൽ ചക്ക ആഡ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇത്രയും സമയം എടുക്കുന്നത്. അല്ലാത്ത മഫിൻസ് 8 തൊട്ട് 10 മിനിറ്റിനകത്ത് റെഡിയായി കിട്ടും. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടവും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ജാക്ക് ഫ്രൂട്ട് മഫിൻസ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് എഡിബിൾ ആയിട്ടുള്ള വേഫർ ലീവ്സ് വെച്ച് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, കാണുമ്പോൾ തന്നെ നല്ല രസമില്ലേ? കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ജാക്ക് ഫ്രൂട്ടിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല റെസിപ്പിയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു മഫിൻ എടുത്ത് കാണിച്ചു തരാം, ഇതിൻ്റെ ടെക്സ്ചറൊക്കെ എങ്ങനെയുണ്ടെന്ന്. നോക്കൂ, എന്ത് പെട്ടെന്നാണ് ഇത് ഇളകി വന്നത്. അതുപോലെ തന്നെ ഇത് നല്ല സ്പോഞ്ചിയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തുള്ള ടെക്സ്ചർ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നോക്കൂ, നല്ല പെർഫെക്റ്റ് ആയിട്ടില്ലേ നമ്മുടെ മഫിൻസ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. Thank you so much for watching my video.